Hi guys, good morning. Welcome back to my YouTube channel, The KTN Way. അപ്പോൾ നിങ്ങൾ ഇന്ന് എല്ലാവരും കണ്ട പോലെ തന്നെ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് പോകുന്ന സ്ഥലം ഇല്ലിക്കൽ കല്ലാണ് കേട്ടോ. സമയം ഏകദേശം 4:30 കേട്ടോ രാവിലെ. വൺ ഓഫ് ദ ഫേവറേറ്റ് മൗണ്ടൻ വ്യൂ പോയിന്റ്സ് ഇൻ കേരളയാണ് ഇല്ലിക്കൽ കല്ല്. എൻ്റെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ, 2 മണിക്കൂറും 15 മിനിറ്റുമാണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ചേസ് ദ സൺറൈസ്. രാവിലെ ഈ സമയമായതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. ഏർലി മോർണിംഗുള്ള റൈഡ്സ് എപ്പോഴും നല്ല നല്ല ഫീലായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നേരെ തൃപ്പൂണിത്തുറയിൽ നിന്ന് നേരെ മൂവാറ്റുപുഴ ചെന്നിട്ട് അവിടെ നിന്ന് തൊടുപുഴ വഴിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ സൺറൈസൊക്കെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം കോട ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഈ സമയമായപ്പോൾ ഇറങ്ങിയത്. നല്ല സുഖമുണ്ട് കേട്ടോ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാനായിട്ട് രാവിലെ സമയത്ത്. വേറെ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലിക്കൽ കല്ല് ശരിക്കും കേരളത്തിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് 3 വലിയ ഹിൽ ഫോർമേഷനുകളുണ്ട്. ഒരു കല്ല് ശരിക്കും മുകളിലേക്ക് വളരെ ഇതായിട്ട് തങ്ങി നിൽക്കണേണ് ഒരു മലയുടെ മേളിലായിട്ട്. നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ആ ഒരു സംഭവം കാണാനാണ് നമ്മളിന്ന് പോണത്. അത് തന്നെയാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്. അത് കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ അവിടെ പോകുന്നത്. പിന്നെ നല്ല കോട, നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ, എപ്പോഴും തണുപ്പാണ്. ഇല്ലിക്കൽ കല്ല് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെയും കയറിയിട്ട് കണ്ടിട്ടൊക്കെ പോരാം കേട്ടോ പോകുന്നത്. ഞാൻ ഏതാണെങ്കിലും അങ്ങോട്ട് കയറില്ല. ഞാനിപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ ഏകദേശം എത്തി കേട്ടോ. ഇല്ലിക്കൽ കല്ല്, അത് തന്നെ ഇല്ലിക്കൽ കല്ല് എത്തി ഏകദേശം. ഇവിടെ അടച്ചിട്ടിരിക്കാനുള്ള കേസ്. അപ്പോൾ ഗൈസ്, വലിയൊരു അബദ്ധം പറ്റി. ഇവിടെ 8 മണിക്ക് തുറക്കുള്ളൂ. ഇത്രയും ധൃതി പിടിച്ചൊക്കെ വന്നത് ആകെ വെറുതെ ആയിപ്പോയി. ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ 8 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. 8 മണിക്ക് ഈ ഗേറ്റ് തുറക്കുള്ളൂ. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വരണം, 8 മണിയാകുമ്പോഴേ ഇവിടെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിന് ഇവിടെ എത്തണ്ട. കറക്റ്റ് 8 മണി കൊള്ളിച്ച് ഇവിടെ എത്തിയാൽ മതി. 8 മണി 8:15 ആകുമ്പോഴേ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വരുള്ളൂ. അവർ വന്നിട്ടാണ് ഈ ഗേറ്റ് തുറക്കുക. മേളിലും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ ചെന്നിട്ട് അവിടെ ആളുകളൊക്കെ വരണം. ആക്ച്വലി ഞാനിതിപ്പോൾ ക്യാമറയിൽ കൂടി നോക്കണുള്ളൂ. ഇവിടെ എന്തൊക്കെയോ കരയണ സൗണ്ട് കേൾക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഞാൻ വണ്ടി നിർത്തിയത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഫൈനലി ഇവിടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് പോകാം. ഇവിടെ നിന്ന് താഴേന്ന് ഒരു 100 മീറ്റർ ഉണ്ടാവും മേളിലോട്ട്. മേളിലും
അവിടെ മേളിൽ ചെന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകാൻ. എന്താണ് നമുക്ക് മേലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ വരെ ഉള്ളൂ കേട്ടോ, ശരിക്കും വണ്ടി ഇവിടെ വരെ പോവുള്ളൂ. നമുക്കിവിടെ ഇപ്പുറ സൈഡിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാണാം. നമുക്ക് വണ്ടി സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കാം. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. നിങ്ങൾ ഈ കാണുന്ന ആ ഷെഡ് കണ്ടോ, അവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് മേളിലോട്ട് നമ്മൾക്ക് വണ്ടി അലൗഡ് അല്ല. ഇത് പാർക്കിങ്ങിൽ നമുക്കിവിടെ വണ്ടി ഇവിടെ നിർത്തിയിടാം. ഇവിടെ ഇതുണ്ടോ, സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുകളിലോട്ട് 200 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നടന്നാണ് കയറാൻ പോകുന്നത്. കാരണം അവിടുന്ന് ജീപ്പ് അവർ ഫുള്ളായി. 10 പേരുണ്ടെങ്കിലേ ജീപ്പ് അവർ മേളിലോട്ട് പോവുള്ളൂ. 10 പേരാവണവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ നടന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചു. നല്ല മാരക കയറ്റം ഉണ്ടാ. എൻ്റെ കിതപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. സോ ജീപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുക കേട്ടോ. എന്താണെങ്കിലും മേളിൽ ചെന്നിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റില്ല. ഇത് ആകാശമല്ല കേട്ടോ, ഇത് കോടയാ. നമ്മളിപ്പോൾ ആകാശത്തിലായ പോലെ. ഇത് കണ്ടോ, ഇനിയും പൊക്കത്തോട്ട് നടന്നു പോകാനുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. അവിടെയൊക്കെ കോട വന്ന് മൂടി കിടക്കുക. അത്യാവശ്യം നടന്നൊക്കെ നന്നായിട്ട് കയറാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. നല്ല പണിയാ, ശരിക്കും ഒരു ട്രക്കിങ് പോലെ തന്നെ. മേളിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നിറച്ച് കോടയാണ്. ആ കല്ല് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ലായിരുന്നു. ഇത്രേ ഉള്ളൂ ഇല്ലിക്കക്കല്ലിൻ്റെ മേളിലെ വിശേഷങ്ങൾ. നല്ലൊരു ക്ലൈമറ്റാണ്. ചുറ്റും നിങ്ങൾക്ക് കാണാം, കോടയാണ് നിറച്ച്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു, പിന്നെ പയ്യെ താഴോട്ട് ഇറങ്ങി. വീണ്ടും കാണാം. ബൈ.